നായകനാക്കി നാഗ് അശ്വിൻ സംവിധാനം ചെയ്യുന്ന സയൻസ് ഫിക്ഷൻ ചിത്രമാണ് കൽക്കി 2898 AD. അമിതാഭ് ബച്ചൻ, കമൽ ഹാസൻ, ദീപിക പദുക്കോൺ, ദിശ പട്ടാനി തുടങ്ങി വലിയ താരനിര ഭാഗമാകുന്ന ചിത്രമെന്ന രീതിയിലും ഭാവിയിൽ നടക്കുന്ന സയൻസ് ഫിക്ഷൻ ചിത്രമെന്ന രീതിയിലും ശ്രദ്ധ നേടുകയും ചർച്ചകളിൽ ഇടം പിടിക്കുകയും ചെയ്തിരുന്നു കൽക്കി. പോസ്റ്റ് അപ്പോകാലിപ്റ്റിക് യുഗത്തിന്റെ കഥ പറയുന്ന ചിത്രത്തിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസമാണ് പുറത്തെത്തിയത്. വ്യത്യസ്ത രീതിയിൽ പുരാണകഥ പറയുന്ന ട്രെയിലറിനെ പ്രതീക്ഷിച്ചതിലും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചതെങ്കിലും ട്രെയിലറിനെതിരെ ഇതിനോടകം കോപ്പിയടി ആരോപണവും ഉയർന്നിട്ടുണ്ട്. സൗത്ത് കൊറിയയിൽ നിന്നുള്ള കൺസെപ്റ്റ് ഇല്ലുസ്ട്രേറ്ററായ സുങ് ചോയിയാണ് ട്രെയിലറിലെ ഇൻട്രോ സീനിലെ ദൃശ്യങ്ങൾക്ക് തന്റെ ഇല്ലുസ്ട്രേഷനുമായി സാദൃശ്യമുണ്ടെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നത്. 10 വർഷം മുമ്പ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച സ്വന്തം ഇല്ലുസ്ട്രേഷനും ചിത്രത്തിലെ സമാന ദൃശ്യവും ഉൾപ്പെട്ട കൊളാഷ് പങ്കുവച്ചുകൊണ്ടാണ് സുങ് ചോയി ആരോപണവുമായി രംഗത്തെത്തുന്നത്. തന്റെ കലാസൃഷ്ടി അനുവാദമില്ലാതെ ഉപയോഗിക്കുന്നത് വളരെ മോശമായ കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോസ്റ്റ് പങ്കുവച്ചത്. ഒപ്പം ട്രെയിലറിന്റെ ഭൂരിഭാഗവും ഹോളിവുഡ് സിനിമകളായ മാഡ് മാക്സുമായും ഡ്യൂണുമായും സിമിലാരിറ്റി നിലനിൽക്കുന്നുണ്ടെന്നും സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഡിസൈനർമാർക്ക് എന്തുകൊണ്ട് ഇത് മനസ്സിലായില്ലെന്നും സുങ് ചോയ് ചോദിക്കുന്നുണ്ട്. 10 വർഷം മുൻപുള്ള ഒരു ചിത്രം അതേപോലെ പകർത്തിവെക്കുന്നത് മോശമായ പ്രവൃത്തിയാണെന്നും തന്റെ പേരെങ്കിലും പരാമർശിക്കാമായിരുന്നുവെന്നും സുങ് ചോയ് പറയുകയുണ്ടായി. ഈ പോസ്റ്റ് പുറത്തെത്തിയതും ഞൊടിയിടയിലാണ് സംഭവം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായത്. പ്രത്യേകിച്ച് ഇത്രയും ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന സിനിമയായതുകൊണ്ട് തന്നെ. മറ്റൊരാളുടെ കണ്ടന്റോ ഡിസൈനുകളോ എടുക്കുമ്പോൾ കോപ്പിറൈറ്റ് വാങ്ങിക്കണമെന്നും അല്ലാത്ത പക്ഷം സ്വന്തം കണ്ടന്റ് ആണെന്ന് പറഞ്ഞ് അംഗീകാരം നേടുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്നുമാണ് ഭൂരിഭാഗവും പറയുന്നത്. പ്രഭാസ് ചിത്രങ്ങളിൽ ആദ്യമായല്ല കോപ്പിയടി ആരോപണം ഉണ്ടാകുന്നത്. പ്രഭാസിനെ നായകനാക്കി ഓം റൌത്ത് സംവിധാനം ചെയ്ത ആദിപുരുഷിലെ പോസ്റ്ററും ഇതേ രീതിയിൽ ആരോപണം നേരിട്ടിരുന്നു. വാനരസേന സ്റ്റുഡിയോസ് എന്ന ആനിമേഷൻ സ്റ്റുഡിയോ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററുമായി ആദിപുരുഷിന്റെ പോസ്റ്ററിന് സാമ്യമുണ്ടെന്ന് പറഞ്ഞ് ഒരു നിർമ്മാതാക്കൾ രംഗത്തെത്തിയിരുന്നു. ആദിപുരുഷ് അണിയറ പ്രവർത്തകർ പോസ്റ്റർ തങ്ങളുടെ വർക്കായ ലോർഡ് ശിവ എന്ന പേരിലുള്ള ആനിമേറ്റഡ് സിനിമയുടെ പോസ്റ്റർ കോപ്പിയടിച്ചാണ് ചെയ്തെന്നായിരുന്നു ഇക്കൂട്ടർ അന്ന് വാദിച്ചത്. അന്നും ആരോപണങ്ങൾ തലപൊക്കിയെന്നല്ലാതെ ഇക്കാര്യത്തിൽ ഒരു പൂർണ്ണ വിശദീകരണം നിർമ്മാതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല. ഇതേ അവസ്ഥ തന്നെയായിരിക്കും കൽക്കിയിലും സംഭവിക്കുക എന്നാണ് ഭൂരിഭാഗവും ഇതിനോടകം പറയുന്നത്. അതേസമയം ദൃശ്യങ്ങളുടെ യഥാർത്ഥ ഉടമയായ സുങ് ചോയ് ലീഗലി മൂവ് ചെയ്താൽ അത് സിനിമയുടെ റിലീസിനെ വരെ ബാധിക്കുമെന്നും അല്ലാത്ത പക്ഷം അദ്ദേഹം ആവശ്യപ്പെടുന്ന തുക നൽകാൻ നിർമ്മാതാക്കൾ തയ്യാറാകേണ്ടി വരുമെന്നും പറച്ചിലുകളുണ്ട്. BC 3101 മഹാഭാരതത്തിലെ ഇതിഹാസ സംഭവങ്ങളിൽ നിന്ന് തുടങ്ങി 2898 AD വരെ സംഭവിക്കുന്ന സഹസ്രാബ്ദങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ് കൽക്കിയുടെ ഇതിവൃത്തം. മഹാനടിക്ക് ശേഷം നാഗ് അശ്വിൻ സംവിധാനം ചെയ്യുന്ന ചിത്രം പോസ്റ്റ് അപ്പോകാലിപ്റ്റിക് യുഗത്തിന്റെ കഥയാണ് പറയുന്നത്. ദീപിക പദുക്കോണാണ് ചിത്രത്തിൽ പ്രഭാസിന്റെ നായികയായെത്തുന്നത്. അമിതാഭ് ബച്ചനും ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. കമൽ ഹാസൻ വില്ലനായി എത്തുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. ദുൽഖർ സൽമാൻ, ദിശ പട്ടാനി, പശുപതി, ശോഭന, അന്നാബൻ തുടങ്ങി വൻ താരനിരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത്. പ്രഭാസിന്റെ ഭൈരവ എന്ന വ്യത്യസ്ത വേഷത്തോടൊപ്പം ബിഗ് സ്കെയിലിൽ ഒരുക്കുന്ന ഫ്യൂച്ചറിസ്റ്റിക് പശ്ചാത്തലത്തിലുള്ള ചിത്രമായിരിക്കും കൽക്കി എന്ന സൂചനയാണ് ട്രെയിലർ നൽകുന്നത്. ജൂൺ 27 റിലീസിനൊരുങ്ങുന്ന ചിത്രത്തിന് ഈ കോപ്പിയടി ആരോപണം ഒരു വിലങ്ങുതടിയാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. അതേസമയം യാതൊരു സൂചനയുമില്ലാതെ സുങ് ചോയ് പോസ്റ്റ് പിൻവലിച്ചതിന്റെ കാരണവും ഇതിനോടകം നിരവധി ആളുകൾ തിരക്കുന്നുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.